വെയർ ടു യൂസ് ബീൻ, ഐ മീൻ ഹാവ്, ഹാഡ്, ഹാസ് ബീൻ. ടെൻസിൻ്റെ നാലാമത്തെ പ്രയോഗത്തിലാണ് ബീൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 15 years. ഞാൻ 15 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാവ് ബീൻ ING എന്ന് പറയുന്ന ഫോർമാറ്റ് വരുന്നത്. മനസ്സിലായോ? ഹാവ് ബീൻ ഫോർമാറ്റ്. നമ്മൾ ഇത് 15 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഇപ്പം 10 മിനിറ്റായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ 15 minutes. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരും, ഐ ആം ടോക്കിംഗ് ഫോർ 15 minutes പറഞ്ഞൂടെ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. ഐ ആം ടോക്കിംഗ് ഫോർ 15 minutes ഇങ്ങനെ ഡൗട്ട് വരും. ഇതിലും നമ്മളിപ്പം 15 മിനിറ്റായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ വരുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇതിലും ആ അർത്ഥമല്ലേ വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞൂടെ, ഐ ആം ടോക്കിംഗ് ഫോർ 15 minutes എന്ന് പറഞ്ഞൂടെ, പിന്നെ എന്തിനാണ് ഹാവ് ബീൻ എന്ന് പറയുന്നത്? യെസ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇംഗ്ലീഷിൽ പറയാൻ പാടില്ല. ഒരു ഡ്യൂറേഷൻ വന്നു കഴിഞ്ഞാൽ ഹാവ് ബീൻ എന്ന് പറഞ്ഞ ടെൻസിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് പറയണം. ഷീ ഈസ് വർക്കിംഗ് ഫോർ 3 years എന്ന് പറയാൻ പാടില്ല. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 3 years എന്നേ പറയാൻ പാടുള്ളൂ. അതിന് ഒരു പ്രയോഗം അവർ വെച്ചിരിക്കുകയാണ്. ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഹാസ് ബീൻ, ഹാവ് ബീൻ, ING എന്ന് പറഞ്ഞ പ്രയോഗം, അവിടെയാണിത് വരുന്നത്.